എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസാറ്റിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ജനുവരി 2026 മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ജനുവരി 2026 മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Seven of Pentacles, Empress energy, Page of Wands, Tower moment, Four of Pentacles, Star card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരു വർഷക്കാലം ആദ്യം തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷെ ഒറ്റയടിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യമാണെങ്കിൽ നടക്കുന്നില്ല. അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുന്ന സമയമാണ്. അതായത് ഭാഗ്യം കൊണ്ടൊന്നും നേടില്ല എന്നർത്ഥം. നിങ്ങളുടേതായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ നിങ്ങൾ 2025 നിങ്ങൾ കുറേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി, കഠിനാധ്വാനം നിങ്ങളുടെ ഭാഗത്തുണ്ടായി, അതിനുള്ള ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവരാണ് എങ്കിൽ 2026 കടക്കുമ്പോൾ ആ പരിശ്രമങ്ങൾക്കുള്ള ഫലമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് അല്ലെങ്കിൽ 2026 നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് കഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ അതിന് വേണ്ടുന്ന വിശ്രമമില്ലാതെ എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ആവരുത്, എന്നാലും നല്ല കഠിനാധ്വാനം ചെയ്താൽ മുന്നോട്ടേക്ക് പോകുന്തോറും അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് നല്ലൊരു ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾ ജോലി നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഗുഡ് ഫോർച്യൂണാണ് അത്. ഈ പറഞ്ഞ പോലെ ലോട്ടറി ഭാഗ്യമോ അതുപോലുള്ള വകയിലായിരിക്കില്ല എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻസ്, ഇപ്പോൾ നിങ്ങളെ കടോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പൈസ കിട്ടിയാൽ അല്ലെങ്കിൽ ലോട്ടറി അതുപോലെ ലഭിച്ച് കാര്യങ്ങൾ തീർക്കാമെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. റിസ്ക് എടുത്തിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ തീർച്ചയായും, അതായത് ലോണോ കാര്യങ്ങളോ വഴി നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് അതിന് വർക്ക് ചെയ്താൽ അതിനുള്ള ഫലം ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ കടങ്ങൾ തീർക്കാൻ എവിടെയെങ്കിലും കുറച്ച് ലോട്ടറി അതേപോലെ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്കിനുള്ള ഫലം ലഭിക്കുന്ന വർഷമാണ്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വർഷം നിങ്ങൾ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. അത് മറ്റുള്ളവർ കാണുകയും ചെയ്യുന്നത്, അതായത് മുകളിലുള്ളവർ മേലധികാരികൾ അത് അറിയുകയും കാണുകയും മറ്റും ചെയ്യുന്നുണ്ട്. അതിലൂടെ അത് നിങ്ങൾക്ക് ഫലം സാമ്പത്തികമായിട്ട് പ്രമോഷനോ ശമ്പള വർധനമോ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് എംപ്രസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി, എംപ്രസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ ക്രിയേറ്റീവാണ്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള വഴികളിലൂടെയുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ആ ഒരു രീതിയിലേക്കൊരു കരിയർ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് ക്രിയേഷനാണ്, അതായത് പ്രഗ്നൻസി സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ഒരു വളരെയധികം ഈ ഒരു പൊതുവെ നിങ്ങളെ എല്ലാവരോടും ദയാദാക്ഷിണ്യത്തോടു കൂടി പെരുമാറുന്നവരാണെങ്കിൽ കൂടി ഈ ഒരു വർഷം പൊതുവെ ഇത്തിരി കുട്ടികളൊക്കെ ഉള്ളവരാണ് എങ്കിൽ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ലാളന, ആവശ്യത്തിൽ കവിഞ്ഞുള്ള ലാളനയും ഓവർ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം കൊഞ്ചിക്കൽ കാര്യങ്ങളൊക്കെ കൂടുതൽ. അപ്പോൾ അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കേണ്ടുന്നിടത്ത് പറയേണ്ടിടത്ത് പറയാനുള്ള മടി കാര്യങ്ങളൊക്കെയാണ്. അത് പിന്നീട് അത് പ്രശ്നമായേക്കാം നിങ്ങൾക്കും കുട്ടിക്കും. പിന്നെ ഓവർ കെയറിങ് കൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വരിക, അത് കെയർ എടുക്കുന്നുണ്ട്, പക്ഷെ അമിതമായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് കുട്ടികളെ പുറകെ നടന്ന് അമിതമായിട്ടുള്ളൊരു കെയർ കൊടുക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ അതും ശരിയായിട്ടുള്ളൊരു രീതിയല്ല. അപ്പോൾ ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളത്. കുട്ടികളില്ലാത്തവരാണെങ്കിൽ പ്രഗ്നൻസി സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്.
പിന്നെ ഈ ഒരു സമയം മറ്റൊരു പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ച് കെയർ വേണ്ടി വരുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ മക്കളോ ആരായാലും നിങ്ങളുടെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ കെയർ എടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കൊണ്ടുപോകുന്നതായിട്ടും ഈ ഒരു വർഷം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണോ ഉള്ളത് അവരുടെ നല്ല സ്നേഹവും പരിലാളനയൊക്കെ ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പൊതുവിൽ ആരോഗ്യ സ്ഥിതി മോശമല്ലെങ്കിലും ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നോക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു തൃപ്തിയും ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് സർവോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു പേജ് ഓഫ് വൺസ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് തുടക്കങ്ങൾ, പല കാര്യങ്ങളിലും തുടക്കങ്ങളാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സാധ്യതയാണ്. ഇപ്പോൾ മെഡിസിൻ ബന്ധപ്പെടുത്തിയിട്ട് മെഡിസിൻ പഠിക്കുന്നവർ, വിദേശത്ത് പോയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്ന ഇൻ്റർനാഷണൽ ട്രാവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പഠിത്തമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദേശത്ത് പോയിട്ട് പഠിക്കാൻ പോകുന്നതായിരിക്കാം. അത് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും എന്തുമാവാം. കൂടുതൽ ഈ പറഞ്ഞ പോലെ ഹയർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നിന്നാണ് മറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് PhD ചെയ്യുന്നതോ അതുപോലുള്ള കാര്യങ്ങളായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ച് തിയോളജി പോലുള്ള അതായത് റിലീജിയസ് ആ ഒരു രീതിയിലും ഉള്ള പഠനങ്ങളിൽ വേണ്ടിയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനും ഈ ഒരു സമയം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇറങ്ങി പുറപ്പെടാതിരിക്കുക. ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ ആ രാജ്യം എന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞ് വേണം അവിടേക്ക് പോകാൻ. കണ്ണടച്ചിട്ട് മറ്റുള്ളവരെ വിശ്വസിച്ചിട്ടൊന്നും പോവാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ ഒത്തിരി ഏജൻസികൾ കാര്യങ്ങളൊക്കെ ഇന്ന രാജ്യത്ത് എളുപ്പമാണ് ജോലി കിട്ടാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളെ പോലെ തന്നെ ചില വിദേശ രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നു, ആ രാജ്യത്തെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാതെ. അതിപ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ ടവർ മൂവ്മെൻ്റ് ആണ്. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു വർഷമായിരിക്കും. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ മാറ്റി ഇനി അങ്ങോട്ടേക്ക് അതങ്ങനെ അല്ല, അതിൽ മാറ്റം വരുത്തുകയും പുതിയ രീതിയിൽ ജീവിതം തുടങ്ങുകയും മറ്റും ചെയ്യാനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം സൂചിപ്പിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വീട് പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട് പണിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ രീതികളും കാര്യങ്ങളും മാറുന്നുണ്ട് പലതും. അപ്പോൾ ഇതുവരെ തീരുമാനിച്ചിരുന്നത് ഇങ്ങനെയല്ല, ഇതിൽ ചില മാറ്റങ്ങൾ വരുത്താം, അവിടെ മാറ്റം വരുത്താം. അതായത് നിങ്ങൾ വീട് പണി ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഭംഗി ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എപ്പോഴും മാറ്റങ്ങൾ വരുത്താം. അതായത് നമ്മളൊരു പണി തീരാത്ത വീട് പോലെ ആകരുത്. അപ്പോൾ ഒരു ലെവൽ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുക. അല്ലാണ്ട് പിന്നെ പുതിയ എന്തെങ്കിലും ഡിസൈൻ കാണുമ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെയാക്കിയാലോ അങ്ങനെ ചെയ്ത് അനാവശ്യ കാശും പോവും, പണിയും നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാവാം, പലതരത്തിലുള്ള ധൂർത്തുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വഴി പൈസ കയ്യിൽ നിൽക്കാൻ കുറവാണ്. ഇതിപ്പോൾ വേറെ പൈസ കയ്യിൽ നിൽക്കാത്തത് ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇപ്പോൾ വേറെ നഷ്ടങ്ങളോ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ്, ഇപ്പോൾ ആശുപത്രി ചിലവുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും അല്ല, മറിച്ച് നിങ്ങളുടെ ധൂർത്താണ്. ധൂർത്തെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയില്ലേ, മറ്റുള്ള അപ്പുറത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കി അവർക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കും അത് വേണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുകയും അനാവശ്യം ചിലവുകൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആയിരിക്കും എന്നുള്ളത് ഇതിവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സ്റ്റാർ കാർഡാണ്. അപ്പോൾ സ്റ്റാർ എനർജി സൂചിപ്പിക്കുന്നത് ലൈഫ് നിങ്ങളെങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ടുണ്ട് എങ്കിൽ ദൈവാനുഗ്രഹവും അതുപോലെ തന്നെയുണ്ട്. ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫ് പേർപ്പസ് എന്താണോ അതിനനുസരിച്ചിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് യു ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ്, ഒരു പോസിറ്റീവ് സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്.
പക്ഷേ ഹാർഡ് വർക്കിലൂടെയാണെങ്കിൽ മാത്രം, ഇപ്പോൾ ശനിയുടേതായിട്ടുള്ള എനർജിയാണ് സാറ്റർൺ എനർജി. അപ്പോൾ കർമ്മം ചെയ്താൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കും. അപ്പം തന്നെ കർമ്മഫലം ലഭിക്കുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറെ രീതിയിൽ ചെയ്യാത്ത കർമ്മത്തിൻ്റെ ഫലമല്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.